കോറോ ഹെൽത്ത് പിരിച്ചുവിടലിൽ വാക്കുപാലിക്കാതെയാണ് കമ്പനി. ഓഫീസ് ഇന്നും തുറന്നിട്ടില്ല. ജീവനക്കാർ ഇന്നും ഓഫീസിന് പുറത്തു നിൽക്കുകയാണ്. ഓഫീസ് തുറന്നു കൊടുക്കണം എന്നായിരുന്നു ഇന്നലെ നടന്ന ചർച്ചയിൽ ധാരണയായത്. പക്ഷേ അത് തെറ്റിച്ചിരിക്കുന്നു. CITUവിൻ്റെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം അവിടേക്ക് തന്നെ നമുക്ക് പോകാം. അമൽനാഥ് പാടിച്ചാലുണ്ട്. പാടിച്ചാൽ എന്തൊക്കെയാണ് അവിടുത്തെ ഇപ്പോഴത്തെ പ്രതിഷേധം? അതോടൊപ്പം തന്നെ ലേബർ കമ്മീഷനും ഉറപ്പ് നൽകിയത് ആ കാറ്റിൽ പറത്തിക്കൊണ്ട് ഇവിടെ വീണ്ടും ഇന്ന് അടഞ്ഞെടുക്കുകയാണ്. ഇതൊരു ധാർഷ്ട്യമാണ്, ആരെയും പിരിച്ചുവിടാനുള്ള ധാർഷ്ട്യമാണ്. ഈ ധാർഷ്ട്യത്തെ അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിൽ കിടക്കുകയാണ്. ഇവിടെ ഈ യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്നത് തീർച്ചയായും അമൽനാഥ് കൂടി ചേരുകയാണ്. CITU വലിയ പ്രതിഷേധവുമായി അവിടെ എത്തുന്നു. ഇന്നലെ കമ്മീഷണറുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിൽ ധാരണയായതാണ്. DYFI അടക്കം പ്രതിഷേധം കടുത്ത രീതിയിൽ ഉയർത്തിയതാണ്. ജീവനക്കാരെ കൂട്ടി അകത്തേക്ക് കടന്നതാണ്. പോലീസ് തടഞ്ഞു എങ്കിൽ പോലും അവരെ ലംഘിച്ചുകൊണ്ട് DYFI അവിടെ പ്രതിഷേധം തീർത്ത് ജീവനക്കാരെ ഉള്ളിൽ കയറ്റിയതാണ്. എന്നിട്ട് വാക്കുപാലിച്ച് യോഗത്തിൽ ധാരണയായത് വാക്കുപാലിക്കാതെയുള്ള കമ്പനിയുടെ ചതി അത് ഇന്നും തുടരുന്നൊരു സാഹചര്യത്തിൽ വലിയ പ്രതിഷേധവുമായി CITU കൂടി രംഗത്തേക്ക് കൂടുതൽ ശക്തമാകുന്നു. അമൽനാഥ് പാടിച്ചാൽ വിവരങ്ങളുമായി ചേരുകയാണ്. അമൽനാഥ്, ഇന്നും ജീവനക്കാരെ പുരുവയിലെത്തി നിർത്തിയിട്ടാണ് കമ്പനിയുടെ ചതി, അല്ലേ? അമൽനാഥ് പാടിച്ചാൽ കേൾക്കുന്നുണ്ടോ? കോറോ ഹെൽത്ത് ഓഫീസ് ഇന്നും തുറന്നില്ല. ജീവനക്കാരെ ഇന്നും പുറത്തു നിർത്തിയിരിക്കുന്നു. വലിയ പ്രതിഷേധവുമായി CITU. ഏറ്റവും പ്രധാനപ്പെട്ടൊരു വസ്തുത എന്നത് ഇന്നലെ ഉണ്ടായ ധാരണ, യോഗത്തിൽ ഉണ്ടായ ധാരണ, ലേബർ കമ്മീഷണറുടെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയിലെ ധാരണ. കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ലീഗൽ അഡ്വൈസർ മാത്രമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ രൂപം കൊണ്ട ധാരണ ഇന്നും തെറ്റിച്ചിരിക്കുന്നു. ഇന്നും ഓഫീസ് തുറന്നിട്ടില്ല. ഇന്നും ജീവനക്കാരൊക്കെ പുരുവയിലെത്തി നിൽക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. ഇന്നലെയും സമാന സാഹചര്യത്തിൽ വലിയ പ്രതിഷേധവുമായി DYFI രംഗത്തെത്തിയിരുന്നു. DYFI ശക്തമായ പ്രതിഷേധം അവിടെ തീർത്തിരുന്നു. തൊഴിലാളികളെയും കൊണ്ട് ജീവനക്കാരെയും കൊണ്ട് അവരുടെ അടച്ച ഗ്ലാസ് തള്ളിത്തുറന്ന് അകത്തേക്ക് കയറുകയും അവരെ ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തൊരു സാഹചര്യം, പ്രതിഷേധത്തിൻ്റെ മുഖം ഇന്നലെ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ലേബർ കമ്മീഷണറുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ച, ആ ചർച്ചയിൽ ധാരണയായതാണ്. പക്ഷേ അതും പാലിക്കുന്നില്ല. കമ്പനി ഇന്നും ഓഫീസ് തുറന്നിട്ടില്ല. അമൽനാഥ് പാടിച്ചാൽ കേൾക്കാമെങ്കിൽ ചതി തുടരുകയാണ്. വാക്ക് പാലിക്കാതെ കമ്പനി. അജിംഷാ, തീർച്ചയായും കഴിഞ്ഞ ദിവസം എറണാകുളം ഗസ്റ്റ് ഹൗസിൽ വെച്ച് ഇതുമായി ബന്ധപ്പെട്ട് ലേബർ കമ്മീഷനുടെ നേതൃത്വത്തിൽ ചർച്ച നടത്തിയതാണ്. ആ ചർച്ചയിൽ ഈ കോറോ ഹെൽത്ത് എന്ന കമ്പനിയുടെ അധികൃതർ പങ്കെടുത്തില്ലെങ്കിൽ പോലും അവിടെ അവരുടെ അഡ്വക്കേറ്റ് പങ്കെടുക്കുകയും ഇത്തരത്തിൽ ഈ ഒരു ഉറപ്പ് നൽകിയിരുന്നു. അതായത് വരുന്ന ദിവസങ്ങളിൽ 10-ാം തീയതി വരെ ഇവിടെ ഈ കോറോ ഹെൽത്ത് എന്ന കമ്പനിയിലേക്ക് ഇവിടെയുള്ള എല്ലാ ജീവനക്കാർക്കും പ്രവേശിക്കാം, അവർക്ക് വേണ്ട സൗകര്യങ്ങൾ, അവർക്ക് ഇവിടെയുള്ള എല്ലാ സൗകര്യങ്ങളും ഉപയോഗിക്കാം എന്ന രീതിയിലുള്ള ഒരു ഉറപ്പ് ഈ ജീവനക്കാർക്ക് നൽകിയിരുന്നു. പക്ഷേ പതിവ് പോലെ തന്നെ ഇത്തരത്തിൽ ആ ഒരു ഉറപ്പ് വിശ്വസിച്ചുകൊണ്ട് ഇവിടേക്ക് രാവിലെയോടുകൂടി ഏകദേശം 9 മണിയോടുകൂടിയാണ് ജീവനക്കാരൊക്കെ തന്നെയും എത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു ഓഫീസ്, കോറോ ഹെൽത്തിൻ്റെ കൊച്ചിയിലെ ഈ ഓഫീസ് തുറന്നു കൊടുത്തിട്ടില്ല. ഇവിടെയുള്ള സുരക്ഷാ ജീവനക്കാരാണ് ഇവിടെയുള്ള ജീവനക്കാരോട്, ഇവിടെ എത്തിച്ചേർന്ന ജീവനക്കാരോട് പറയുന്നത് ഓഫീസ് തുറന്നിട്ടില്ല എന്ന കാര്യം. അതോടുകൂടി ഇവിടേക്ക് ജോയിന്റ് ലേബർ കമ്മീഷണർ എത്തുകയും ഇവിടെ എത്തിച്ചേർന്ന ജീവനക്കാരുടെ ഒക്കെ തന്നെ ഹാജർ രേഖപ്പെടുത്തുകയും ചെയ്തു. അതിനുശേഷം ജീവനക്കാർ ഓരോരുത്തരായി ഇപ്പോൾ മടങ്ങുന്ന ഒരു സാഹചര്യമാണ്. ഇന്ന് രാവിലെ പതിവ് പോലെ നിങ്ങൾ 9 മണിയോടുകൂടി എത്തിച്ചേർന്നു. പക്ഷേ ഓഫീസ് നിങ്ങൾക്ക് തുറന്നു നൽകിയില്ല, അല്ലേ? ഇല്ല, ഞങ്ങൾ രാവിലെ തന്നെ എല്ലാവരും ഇത് സമയത്തിന് പങ്കെടുക്കുന്ന എല്ലാവരും തന്നെ രാവിലെ എത്തി. അപ്പോഴാണ് ഇവർ പറയണത് കോറോ ഹെൽത്തിൻ്റെ കോൺട്രാക്റ്റോടെ ക്ലോസ് ആയങ്ങനെയാണ്. ഈ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ IndiCubeൻ്റെ ബിൽഡിംഗാണ്. അപ്പോൾ അവർക്ക് ഉള്ളിൽ കയറ്റുന്നതിൽ ഒരു പരിമിതിയും കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞങ്ങളോട് ഇന്നലെ MLA പറഞ്ഞത് സാധാരണ നിങ്ങൾ പറയണ പോലെ വരാം, ഉള്ളിൽ കയറിയിരിക്കുക എന്നുള്ള രീതിയാണ് പറഞ്ഞത്. രാവിലെ ഇവിടെ എത്തിയപ്പോൾ അവർ പറയുന്നത് ഉള്ളിൽ കയറാനായിട്ടുള്ള യാതൊരു അവകാശമില്ല, കാരണം ഇത് ബിൽഡിംഗ് IndiCubeൻ്റെയാണ്. അവർക്കൊരു ഒരു അറിയിപ്പൊന്നും കിട്ടിയിട്ടില്ല ഉള്ളിൽ കയറ്റാനുള്ളത്. ഞങ്ങൾ ഇവിടെ നിന്നു. MLA വന്ന് സംസാരിച്ചു. MLA വന്നിട്ട് പറഞ്ഞു ഇന്ന് നിങ്ങൾ പൊക്കോ, ഇത് ഒപ്പിട്ടിട്ട് പൊക്കോ, നാളെ ഇതുപോലെ വരേണ്ട ആവശ്യമില്ല. 10-ാം തീയതി ഒരു ചർച്ചയുണ്ട്, വെള്ളിയാഴ്ച ഒരു ചർച്ചയുണ്ട്. അതിനുശേഷം എന്തെങ്കിലും തീരുമാനങ്ങൾ കാര്യങ്ങൾ എടുക്കാൻ പറ്റുമോ? നിങ്ങൾ ഇന്നലത്തെ യോഗത്തിൽ നിങ്ങൾക്ക് നൽകിയ ഉറപ്പ് നിങ്ങൾക്ക് സാധാരണ പോലെ ഓഫീസിൽ കയറിയിരിക്കാം, എല്ലാ സൗകര്യങ്ങളും നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താമെന്നായിരുന്നു. അതാണ് ഓഫീഷ്യൽസ് പറയണ പോലെ തന്നെ രാവിലെ കൃത്യസമയത്ത് തന്നെ എത്തിച്ചേർന്നു. അപ്പോഴാണ് അവർ തന്നെയാണ് ഞങ്ങളടുത്ത് പറഞ്ഞത് പിരിഞ്ഞു പൊക്കോളാൻ എന്നുള്ള രീതിയിലായിട്ടാണ് പറഞ്ഞത്.
നമുക്ക് അവർ പറയണതിലേ കേൾക്കാൻ പറ്റുള്ളൂ. വേറെ ഒന്നും നമുക്ക് അതിക്രമിച്ച് കയറി കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഇൻഡിക്യൂബിൻ്റെ ബിൽഡിംഗാണ്, നമുക്കൊന്നും പറയാനില്ല. അവർ വല്ല കേസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പേരിലാണ് അത് വരാം. മുഴുവൻ സ്റ്റാഫ് എത്തിയിരുന്നു, ഏകദേശം 500 മുകളിൽ ആൾക്കാരുണ്ട്, അവരൊക്കെ എത്തിച്ചേർന്നിരുന്നു. 500 ചേരുന്ന ആൾക്കാരുണ്ട്. ഇതിപ്പോൾ എന്താ പറയുക, പല ജില്ലകളിലുള്ള ആൾക്കാരാണ് ഇവിടെ വർക്ക് ചെയ്യണത്. കോഴിക്കോട്, കൊല്ലം, കോട്ടയം, അങ്ങനെ പല സ്ഥലത്തു നിന്നുള്ള ആൾക്കാർ. അവരൊന്ന് വീട്ടിൽ പോകാണ്ട് ഇവിടെ നിന്നേക്കണേണ് ഈ പ്രതിഷേധത്തിന് കാര്യങ്ങളും. അങ്ങനെയുള്ളവർ രാവിലെ എത്തിക്കഴിഞ്ഞപ്പോൾ ഇവർ ഒഫീഷ്യൽസ് തന്നെ പറയണേണ് പൊക്കോളാൻ. അജിംഷാദ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവർ രാവിലെയോടുകൂടി ഇവിടേക്ക് എത്തി. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ അറിയാൻ വേണ്ടി സാധിച്ചത്, ഇവർ എത്തിച്ചേർന്നതിന് ശേഷം ഇവിടെയുള്ള കമ്പനി അധികൃതരെ ഫോണിൽ ബന്ധപ്പെടാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. പക്ഷേ അവർ ഫോൺ എടുത്തിട്ടില്ല എന്ന ഒരു കാര്യമാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സംഭവം ഇങ്ങനെ തന്നെയാണ് പോകുന്നത്. അതായത് കമ്പനി അധികൃതരെ പലപ്പോഴും ഇത്തരത്തിൽ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും അവരെ ഫോണിൽ ലഭിക്കാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായത്. കഴിഞ്ഞ ദിവസം നടന്ന യോഗത്തിലും അദ്ദേഹം എത്തിച്ചേരുകയും ചെയ്തിട്ടില്ല. അത്തരത്തിൽ കമ്പനി അധികൃതരുടെ ഭാഗത്ത് നിന്നും ഒരു അനുകൂലമായ ഒരു നടപടിയും ഉണ്ടാകുന്നില്ല, ജീവനക്കാർക്ക് അനുകൂലമായ ഒരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസം യോഗത്തിൽ കൃത്യമായ സൂചന നൽകിയിട്ടുണ്ടായിരുന്നു. അതായത് ഡിവൈഎഫ്ഐ ഒപ്പം തന്നെ ഇടത് തൊഴിലാളി യൂണിയൻ അടക്കം ഇവിടെ വലിയ രീതിയിലുള്ള പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. ആ പ്രതിഷേധത്തിൻ്റെ ഒക്കെ ഭാഗമായി തന്നെ ഈ യോഗത്തിലുണ്ടായിരുന്ന ഒരു തീരുമാനം എന്ന് പറഞ്ഞാൽ, ഇവിടെയുള്ള എല്ലാ ജീവനക്കാർക്കും ഈ കോറോ ഹെൽത്ത് എന്ന ഈ കമ്പനിയിലേക്ക് അല്ലെങ്കിൽ ഈ ഓഫീസിലേക്ക് അവർക്ക് എത്തിച്ചേരാം. രാവിലെ മുതൽ അവരുടെ ഡ്യൂട്ടി ടൈം എങ്ങനെയാണോ ആ ഡ്യൂട്ടി ടൈം കഴിയുന്നത് വരെ അവർക്ക് ഇതിനകത്ത് കയറിയിരിക്കാം. ഇവിടെയുള്ള എല്ലാ സൗകര്യങ്ങളും ബാത്റൂം അടക്കമുള്ള സൗകര്യങ്ങളടക്കം ഉപയോഗിക്കാം. അങ്ങനെയുള്ള ഒരു ഉറപ്പ് ആ ജീവനക്കാർക്ക് നൽകിയിരുന്നു. പക്ഷേ ഇന്നത്തെ ദിവസം അത് വിശ്വസിച്ച് ഇവിടേക്ക് എത്തിയ ജീവനക്കാർക്ക് അത് ഈ ഓഫീസ് തുറന്നു കൊടുത്തില്ല എന്നുള്ളതാണ്. ഓഫീസ് നിലവിൽ പൂട്ടിയിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടേക്ക് ജോയിന്റ് ലേബർ കമ്മീഷണർ എത്തിച്ചേരുകയും ഇവിടെ ഹാജർ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഈ കമ്പനി മുന്നോട്ട് വെച്ച ഒരു വാദമെന്ന് പറഞ്ഞാൽ, ഇവിടെ ഈ കമ്പനി നഷ്ടത്തിലാണ്, അതുകൊണ്ട് തങ്ങൾ പിരിച്ചുവിടുന്നു എന്നൊക്കെയാണ്. ഇപ്പോൾ നമ്മുടെ കൂടെ ജോയിന്റ് ലേബർ കമ്മീഷണർ ചേരുന്നുണ്ട്. ഇവിടെയുള്ള സ്റ്റാഫുകളൊക്കെ തന്നെയും രാവിലെ 9 മണിയോടുകൂടി ഇവിടേക്ക് എത്തിച്ചേർന്നിരുന്നു. പക്ഷേ കമ്പനി തുറന്നു കൊടുക്കാത്തൊരു സാഹചര്യമാണ് അല്ലേ? നമ്മൾ ഇന്നലെ ബഹുമാനപ്പെട്ട MLAയും ലേബർ കമ്മീഷൻ നടത്തിയ മീറ്റിങ്ങിൽ ഇവരുടെ ഒരു ലീഗൽ അഡ്വൈസറാണ് ഹാജരായത്. അപ്പോൾ അദ്ദേഹത്തോട് നമ്മളൊരു നിർദ്ദേശം കൊടുത്തിരുന്നു. ബഹുമാനപ്പെട്ട മന്ത്രി വെച്ച് 10-ാം തീയതി മീറ്റിംഗ് വെച്ചിട്ടുണ്ട്, അതുവരെ സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് സ്ഥാപനം തുറന്ന് പ്രവർത്തിക്കണം, ജീവനക്കാർക്ക് എൻട്രി കൊടുക്കണമെന്നാണ് നമ്മൾ നിർദ്ദേശം കൊടുത്തത്. പക്ഷേ അവർ ആ നിർദ്ദേശം അവർ പാലിച്ചിട്ടില്ല. ഇന്നിപ്പോൾ നമ്മൾ അവരെ ലീഗൽ അഡ്വൈസറെ വിളിച്ചിട്ടൊന്നും അവർ ഫോണൊന്നും അറ്റൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് നേരിട്ട് ഇവിടെ ഹാജരായിട്ട് ഞങ്ങളെല്ലാവരും ഉണ്ട്. ജില്ലാ ലേബർ ഓഫീസർമാരുണ്ട്, അസിസ്റ്റന്റ് ലേബർ ഓഫീസർമാരുണ്ട്. ഞങ്ങൾ അറ്റൻഡൻസ് നേരിട്ട് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം 394 ജീവനക്കാരുടെ അറ്റൻഡൻസ് ഞങ്ങൾ നേരിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാം ഇന്ന് ജോലി പ്രവേശിച്ചായിട്ട് തന്നെ നമ്മൾ നിയമപരമായിട്ട് നമ്മൾ കണക്കാക്കുന്നതാണ്. കാരണം ജോലിക്ക് ഹാജരായാൽ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ജോലി കൊടുക്കുക എന്നുള്ളത് എംപ്ലോയറുടെ ബാധ്യതയാണ്. അവരത് ചെയ്തിട്ടില്ല. അപ്പോൾ തൊഴിലാളിയുടെ അല്ലാത്ത കാരണത്താലാണ് അവർക്ക് ജോലി നിഷേധിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് അവരെല്ലാം ജോലി പ്രവേശിച്ചായിട്ട് നമ്മൾ നിയമപരമായിട്ട് നമ്മൾ കണക്കാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് അവരുടെ ഹാജർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വരും ദിവസങ്ങളിലും കമ്പനിയുടെ ഭാഗത്തു നിന്നുള്ള റെസ്പോൺസ് ഇതുപോലെ ആണെങ്കിൽ ഞങ്ങൾ തന്നെ നേരിട്ടെത്തി ജീവനക്കാരുടെ അറ്റൻഡൻസ് രേഖപ്പെടുത്തുന്നതാണ്. അത് 10-ാം തീയതി മന്ത്രിമാരുടെ ചർച്ച വരെ ഇങ്ങനെ തന്നെ അങ്ങനെ ചെയ്യാനാണ് ഇപ്പം ഞങ്ങൾക്ക് കിട്ടിയ ബഹുമാനപ്പെട്ട ലേബർ കമ്മീഷൻ ലേബർ സെക്രട്ടറിക്ക് തന്നിരിക്കുന്ന നിർദ്ദേശം അതാണ്. ഇപ്പോൾ അറ്റൻഡൻസ് ഞങ്ങൾ എടുക്കാനാണ്. അപ്പോൾ ഞങ്ങൾ നാളെ 9 മണിക്ക് ഇവിടെ ഹാജരാകുന്ന ജീവനക്കാരുടെ അറ്റൻഡൻസ് രേഖപ്പെടുത്തുന്നതാണ്. ലേബർ കമ്മീഷന്റെ നേതൃത്വത്തിൽ മറ്റു നടപടികളിലേക്ക് എന്തെങ്കിലും കടക്കുന്നുണ്ടോ? ഏതാണ് മറ്റു നടപടികളിലേക്ക് എന്തെങ്കിലും 10-ാം തീയതി മീറ്റിംഗിന് ശേഷം കാര്യങ്ങളിൽ കിടക്കുന്നത്? പഠിച്ചാൽ ഒരു ചെറിയ കാര്യം എന്ന് പറയുന്നത്, ഇതാണ് ഇവരുടെ തീരുമാനം. വലിയ പ്രതിഷേധം CIT ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഇന്നലത്തിൽ നിന്ന് വ്യത്യസ്തമായി ഉമാ തോമസ് MLA ഇന്നെത്തി തൊഴിലാളികളോട് പറഞ്ഞ കാര്യം അത് മറ്റൊന്നാണ്. ഒപ്പിട്ട് ഇന്നത്തേക്ക് പൊയ്ക്കുള്ളൂ, നാളെ മുതൽ ഇനി വരേണ്ട 10-ാം തീയതി ചർച്ച വരെ എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയല്ല, എല്ലാ ദിവസവും ഹാജർ ഒപ്പിട്ട് പോകണം എന്നതാണ് തൊഴിലാളികളുടെ തീരുമാനം. എന്താണ് അതിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് തോന്നുന്നത്? അജിംഷാദ്, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. അതായത് ഇന്നു മുതൽ വരുന്ന 10-ാം തീയതി വരെ, അതായത് ആ 10-ാം തീയതിയാണ് തൊഴിൽ മന്ത്രിയുമായി ചർച്ച നടക്കുന്നത്. ലേബർ കമ്മീഷനും ഒപ്പം തന്നെ അന്ന് കമ്പനി അധികൃതരടക്കം ആ ഒരു ചർച്ചയിൽ ആണ് മനസ്സിലാക്കുന്നത്. അതുവരെയുള്ള ആ ഒരു 4 ദിവസം ഇവിടെയുള്ള ജീവനക്കാരൊക്കെ തന്നെയും ഓഫീസിലേക്ക് എത്തിച്ചേരുകയും അവർക്ക് ഹാജർ ഒപ്പിട്ട് പോകാം എന്നൊരു കാര്യമാണ് നിലവിലിപ്പോൾ ജോയിന്റ് ലേബർ കമ്മീഷണർ സൂചിപ്പിച്ചിരിക്കുന്നത്. ഈ നടപടി മുന്നോട്ട് പോകുമെന്നാണ് പറയുന്നത്. മറ്റ് നടപടിക്രമങ്ങളിലേക്കൊന്നും തന്നെ ഇപ്പോൾ നിലവിലിപ്പോൾ ലേബർ കമ്മീഷന് കടക്കാൻ വേണ്ടി സാധിക്കില്ല. കാരണം ചർച്ച വരാനിരിക്കുന്നതേ ഉള്ളൂ, 10-ാം തീയതിയാണ്. ആ ചർച്ചയ്ക്ക് ശേഷമാകും ഒരു തീരുമാനമെടുക്കുക, തുടർ നടപടികളിലേക്ക് കടക്കുക എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. ഇവിടെയുള്ള